അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആരിഫ് ഹുസൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യുക്തിവാദി മുസ്ലിം വിരോധം സമൂഹത്തിന്റെ മുന്നിൽ എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഏത് അറ്റം വരെ പോയി എന്ത് കളവും പറയാൻ വേണ്ടി ആരിൽ നിന്നൊക്കെ അച്ചാരം വാങ്ങി സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഒക്കെ പച്ചക്കളവുകളും ദുരാരോപണങ്ങളും ദിനംപ്രതി ഒന്നിനു പിറകെ മറ്റൊന്നായി സമൂഹത്തിന്റെ മുന്നിൽ ലോക്കാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാഷണൽ വേസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പല ആരോപണങ്ങളിൽപ്പെട്ട ഒരു ആരോപണമാണ് മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിങ്ങളായ ആളുകളൊക്കെ നശിക്കാൻ വേണ്ടി പള്ളികളിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅസിൽ നശ്ശിർക വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരം പച്ച തോന്നിവാസം പറയുകയാണ് ആ ദജ്ജാലി. എന്നാൽ അദ്ദേഹത്തിന് മറുപടി എന്ന രീതിയിൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി നടത്തിയ ഒരു സംസാരം കേട്ടു. അദ്ദേഹം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പല കോലത്തിലാണ് മറുപടി എന്ന രീതിയിൽ ആദ്യം ഒരു സംസാരം നടത്തിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ തട്ടകത്തിലുള്ള പുരോഹിതന്മാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഒരൊറ്റ കരണം മറച്ചിലാണ്. മുന്നിലിരിക്കുന്ന കുഞ്ഞാടുകളെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള ആളാണ് പേരോട് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പ്രഭാഷണം തുടങ്ങിയ കാലം മുതൽ അദ്ദേഹം നടത്തി പോകുന്നതാണ്. എന്തെങ്കിലും ഒരു വിഡ്ഢിത്തം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിവിദഗ്ധമായി കുഞ്ഞാടുകളെ പൊട്ടനാക്കിക്കൊണ്ട് ഒരു മലക്കം മറച്ചിൽ നടത്തി ഒക്കെ അങ്ങ് സോൾവ് ആക്കി പോകുന്ന ഒരു സ്ഥിരം പരിപാടി. ആ ഒരു പരിപാടി തന്നെയാണ് ഈ വിഷയത്തിലും അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന്റെ ആദ്യ സംസാരത്തിൽ അദ്ദേഹം നടത്തിയ 3 തരം സംസാരമുണ്ട്. ഞാൻ ഈ അടുത്ത് ഒരു യുക്തിവാദി ഉണ്ടാക്കിയ ഒരു ഫിത്തന ക്ലിപ്പ് കേട്ടു. ആ യുക്തിവാദി മാപ്പിളന്റെ മുസ്ലിമിന്റെ പേരുള്ളവനാണ്. അവൻ പറയാണ്, പള്ളിയിൽ നിന്നൊക്കെ ഈ ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കണമെന്നാണ് ദ്വാരക്കുന്നത്. അങ്ങനെ നശിപ്പിക്കണമെന്ന് ദ്വാരക്കല്ലോ. നമ്മള് അവനെ പോലത്തെ ഏതോ വിവരം കെട്ട ഒരു ദ്വാരം തന്നെ നമ്മളാ ഉത്തരവാദി. അങ്ങനെ നമ്മൾ ദ്വാരക്കലില്ല. അങ്ങനെ ഞങ്ങൾ ദ്വാരക്കരില്ല. പിന്നെ അവനെ പോലുള്ള ഏതെങ്കിലും വിവരം കെട്ടവൻ ദ്വാ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളാണ് ഉത്തരവാദി എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ആദ്യം പറഞ്ഞു വെച്ചത്. നമ്മൾ ദ്വാരക്കല് എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ് ദ്വാ ചെയ്യാറ്. ഏതെങ്കിലും വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ദ്വാരത്തിട്ടുണ്ടെങ്കിൽ അതിനൊട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. ഏതെങ്കിലും വിവരമില്ലാത്തവർ അങ്ങനെ ദ്വാ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. തുടർന്ന് അദ്ദേഹം എന്താ പറഞ്ഞത്? കൂടുതൽ അറിവില്ലാത്ത ആളുകൾ അങ്ങനെ ദുആ ചെയ്തു പോകാറുണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ചു പോകാറുണ്ട് എന്നാ പറഞ്ഞു. ഇനി അദ്ദേഹം അവിടെ നിന്നും ചാടുന്നു. അവിടെ നിന്നും ചാടി അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടി, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മുജാഹിദ് വിദ്വേഷം, സെലഫികളുടെ വിദ്വേഷം, അത് അദ്ദേഹം പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ എന്തൊക്കെ അവസരം കിട്ടുന്ന ആ അവസരങ്ങളിലൊക്കെ അദ്ദേഹം അത് നടത്താറുണ്ട്. ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ മുജാഹിദുകൾക്ക് നേരെ ഈ പുരോഹിതൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹം ഈ രൂപത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. നാദാപുരം ഖനന സമയത്തൊക്കെ അദ്ദേഹം നടത്തിയ സംസാരം നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ നമുക്ക് കൃത്യമായി ഇദ്ദേഹത്തെ കുറിച്ച് അറിയാം. വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ നമ്മൾ മുശ്രിക്കാൻ നമ്മളെ നശിപ്പിക്കണമെന്നുള്ള നിലക്ക് അവരുണ്ടാക്കിയൊരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഇപ്പൊ വഹാബികളാണ് ഇതിന്റെ ഉത്തരവാദി, സുന്നികളൊക്കെ മുശ്രിക്കാണെന്നാണ് വാദിക്കുന്നത് എന്നാ പറഞ്ഞത്. ഇത് മുസ്ലിയാക്കന്മാർ നിരന്തരം പറയുന്ന ഒരു ഡയലോഗാണ്. ലോക മുസ്ലിങ്ങളെ കാഫിറാക്കുന്നു, ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരം. അത്തരത്തിലുള്ള സംസാരത്തിന്റെ ഒരു ബാക്കിയാണിത്. എന്ത് കിട്ടിയാലും മുജാഹിദിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും. അതേപോലെ മുജാഹിദിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇവിടെ മുസ്ലിയാർ നടത്തിയത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താണ്? ആരിഫ് ഹുസൈനെ പോലെയുള്ള വിവരം കെട്ടവരാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പറയുന്നത് അത് ചില അറിവില്ലാത്ത ആളുകൾ അങ്ങനെ ദുആ ചെയ്യുന്നുണ്ടാകും. പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? വഹാബികളാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഈ ക്ലിപ്പ് പ്രചരിപ്പിച്ചു. കുഞ്ഞാടുകൾക്ക് അറിയില്ലല്ലോ ഇതൊന്നും. അന്തംകമ്മികളായ കുഞ്ഞാടുകളൊന്നും ശ്രദ്ധിക്കാതെ ഇത് മുറിച്ച് പ്രചരിപ്പിച്ചു. അപ്പോൾ തന്നെ സെൽഫികൾ, സമസ്തക്കാരായ മുസ്ലിയാക്കന്മാർ ഈ ദുആ ചെയ്യുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെ ചറപറ അങ്ങോട്ടേക്ക് പുറത്തേക്ക്. ഇവരുടെ നേതാക്കന്മാരായ, പണ്ഡിതന്മാരായ, വിവരദോഷികളായ ആളുകൾ പ്രാർത്ഥിക്കുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തേക്ക് വന്നു. അതിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുണ്ട്. الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. അങ്ങനെ പല ഇവരുടെ നേതാക്കന്മാർ, ഇവർ ഔലിയാക്കളാണെന്നൊക്കെ പറയുന്ന ആളുകളെയൊക്കെ വീഡിയോകൾ പുറത്തേക്ക് വന്നപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പെട്ടു. നിങ്ങൾ ആലോചിക്കണം, ജനങ്ങളെല്ലാം കഴുതകളിൽ ചില കഴുതകളുണ്ട്, അതാണ് കാന്തപുരത്തിന്റെ പിന്നാലെ എന്ന് പണ്ട് ഷംസുലുലമ പറഞ്ഞല്ലോ. അത് കൃത്യമായി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഉളുപ്പുമില്ലാതെ അദ്ദേഹം മലക്കം മറച്ചിൽ നടത്തുന്ന രംഗമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വെച്ചൊരു പള്ളി ഉദ്ഘാടനത്തിന് പ്രസംഗിക്കുകയായിരുന്നു. അങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, യുക്തിവാദികൾ കള്ളപ്രചരണം നടത്തുന്നു. യുക്തിവാദികൾ പറയുന്നത് പള്ളിയിൽ വെച്ച് പണ്ഡിതന്മാർ ബഹുദൈവ വിശ്വാസികൾ നശിപ്പിക്കണേ എന്ന് ദ്വാരക്കാണ്, ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കണേ എന്ന് ദ്വാരക്കാണ് എന്നൊരു യുക്തിവാദിയായ ഒരു ചങ്ങാതി, അവൻ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു പോയവൻ, അവൻ
നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളെയും മുസ്ലിം പണ്ഡിതന്മാരെയും പള്ളികളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രസംഗം നടത്തിയത് ഒരാൾ എനിക്ക് അയച്ചു തന്നു. ഞാനത് കേട്ടു. എനിക്ക് വല്ലാത്ത വേദന തോന്നി. ഇങ്ങനെയാണല്ലോ തെറ്റിദ്ധരിപ്പിക്കുക എന്ന വേദന തോന്നി. ഒരു പള്ളിയിലും ഒരു വിവരമുള്ള ആളും ഇന്നേ വരെ അതേ ബഹുദൈവ വിശ്വാസികൾ നശിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ല. മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനെയാണ് അറബിയിലും പ്രാർത്ഥിക്കുക. അതിനപ്പുറം ആരും മലയാളത്തിലൊരു പ്രാർത്ഥന, അറബിയിലൊരു പ്രാർത്ഥന അങ്ങനെയില്ല. ഞാനത് പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ദുആ ചെയ്യാറുണ്ടല്ലോ. പലരും വിവരമുള്ളവരും ഇല്ലാത്തവരും ദുആ ചെയ്യാറുണ്ട്. അവിടെ അതിനർത്ഥം ഈ പിഴച്ചുപോയ മനുഷ്യൻ മനസ്സിലാക്കിയതുപോലെ അല്ല. അദ്ദേഹം നേരത്തെ എന്താ പറഞ്ഞത്? ആരിഫ് ഹുസൈനെ പോലത്തെ ചില വിവരം കെട്ടവരാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ഉത്തരവാദിയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ എന്താണ്? ചില വിവരമില്ലാത്ത ചില ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ എന്താണ്? ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ അങ്ങനെ ദുആ ചെയ്യുന്നുണ്ട് എന്ന്. പിന്നെ പറഞ്ഞ എന്താണ്? ചില പുത്തൻവാദികളാണ് അങ്ങനെ ദുആ ചെയ്യുന്നത്. സമസ്തക്കാരായ സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ മുശ്രിക്കാണെന്നാണ് അവർ പറയുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം ഈ രീതിയിലൊക്കെ ആരോപണം പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചതാണ്. എല്ലാം ചീറ്റിയപ്പോൾ കാന്തപുരത്തിന്റെ വീഡിയോ ഒക്കെ വന്നപ്പോൾ അദ്ദേഹം നടത്തിയ മലക്കം മറിച്ചൽ, ഇദ്ദേഹത്തിന്റെ തൊലിക്കെട്ടി, അത് അപാരം തന്നെ. ഇതൊക്കെ കേൾക്കുന്ന കുഞ്ഞാടുകളുടെ അവസ്ഥയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഈ രീതിയിൽ അങ്ങ് പറഞ്ഞാൽ പോരാ, ഫസ്റ്റ് തന്നെ ഇവിടെ വന്ന് നേരെ മലക്കം മറിയുകയാണ് ചെയ്യുന്നത്. നേരെ മലക്കം മറിയുകയാണ്. ഇനി കുഞ്ഞാടുകളുടെ അവസ്ഥയാണ് ഇത് കേൾക്കുന്നത്. ഒരു സംശയവും വേണ്ട, അത് തന്നെയാണ്. കേട്ടില്ലേ സഹോദരങ്ങളെ? ഇങ്ങനെ തന്നെയാണ് സമസ്ത. മുമ്പ് നമ്മളൊരു അധ്യാപകൻ നമുക്ക് പറഞ്ഞ ഒരു സംഭവമുണ്ട്. മുമ്പിലെ മാപ്പിള പറയും പോലെ അങ്ങനെ തന്നെ ചിന്താവാന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്നതായിരിക്കും. ഈ ഒരു അവസ്ഥയിലാണ് സമസ്തയുടെ ആളുകൾ പോകുന്നത്. സഹോദരങ്ങളെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പല സംസാരങ്ങളും ഇപ്പോൾ വിവാദമായി കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായില്ല? അദ്ദേഹത്തിന് കൃത്യമായി സത്യം എന്താണ് എന്നൊക്കെ അറിയാം. എന്നാലും അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, സിറാജുൽ ഹുദയ പോലെയുള്ള പല സ്ഥാപനങ്ങളുടെയും ഉടമയാണല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പലതും ബാലൻസ് ഒപ്പിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മലക്കം മറിഞ്ഞും ഒക്കെ ഇങ്ങനെ സംസാരിച്ചു പോവുകയാണ്. പല വിഷയങ്ങൾ, ഇസ്തിഗാസ വിഷയത്തിൽ, മുദബ്ബിറുൽ ആലം വിഷയത്തിൽ, അങ്ങനെ പല വിഷയങ്ങളിലും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കൃത്യമായ ഒരു നിലപാടില്ലാതെ പലതും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പല ആളുകളും ഇദ്ദേഹത്തിനെതിരെ AP സമസ്തയിൽ നിന്ന് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കേവലം ഉരുവട്ടൂർ ഷെയ്ഖായ നൗഷാദ് അയസരിയും ടീമും അല്ല, ഇവർക്കുള്ളിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിനെതിരെ പലതും സംസാരിച്ച് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒക്കെ സംസാരം കേട്ട് ഇദ്ദേഹം വലിയ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചോ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകളൊക്കെ മുസാഫിന്റെ ഉറയായൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പുരോഹിതന്മാർ എന്താണ് പറയുന്നത് എന്ന് അവർക്ക് പോലും കൃത്യമായി ധാരണയൊന്നുമില്ല. വായിക്ക് തോന്നിയത് കോതക്ക് പാട്ടി എന്ന രീതിയിൽ അവർ പാട്ടുപാടുകയാണ്. കറാമത്ത് എന്ന പേരിൽ പാച്ചാനോണകൾ വെച്ച് കാച്ചുന്ന പുരോഹിതന്മാർ, ആത്മീയതയുടെ മറപിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർ, വിവരക്കേടുകൾ അലങ്കാരമായി കൊണ്ട് നടക്കുന്ന പുരോഹിതന്മാർ, ഒരു ഉളുപ്പുമില്ലാതെ കൗമിനെ പൊട്ടനാക്കിക്കൊണ്ട് വിവരക്കേടുകൾ നിരന്തരം വിളിച്ചു പറയുന്ന പുരോഹിതന്മാർ. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിയാക്കന്മാരുടെ പിന്നാലെ അന്ധമായി പോകുന്നതിന് പകരം പ്രമാണങ്ങൾ എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.